ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നാളെ സാന്റോസ് കളിക്കുന്നുണ്ട്. എതിരാളികൾ കരുത്തരായ പാൽമറാസ് ആണ്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈ കോപ്പാഡോ ബ്രസീൽ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നെയ്മർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാൽമറാസിനെതിരെ നെയ്മർ കളിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ടർഫാണ്. അത്തരം ടർഫുകളിൽ നെയ്മർ ജൂനിയർ കളിക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഗ്ലോബോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. നെയ്മർ സ്ക്വാഡിൽ ഇടം നേടി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യാൻ സാധ്യതയില്ല. ഈ മത്സരം നെയ്മർ കളിക്കാൻ സാധ്യതയില്ല. കാരണം ടർഫിന്റെ കാര്യത്തിൽ ഇപ്പോഴും നെയ്മർക്ക് പേടിയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് പരിക്കേൽക്കാൻ ഇത് കാരണമാകും എന്ന ഭയം ഇപ്പോഴും നെയ്മർ ജൂനിയറെ അലട്ടുന്നുണ്ട്. കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, പക്ഷേ പരിക്ക് ഭീതിയാണ് അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നെയ്മർ ജൂനിയർ ഈ മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ സാവോ പോളയിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്തേക്കില്ല എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നെയ്മറുടെ ഒരു അന്തിമ തീരുമാനം അറിയേണ്ടതുണ്ട്. ഗ്ലോബോ പറയുന്നത് ടർഫ് ആയതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നെയ്മർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്, സ്ക്വാഡിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.